ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലെങ്ങനെയാണ് ക്യാഷ് ഏൺ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ജസ്റ്റ് സിമ്പിൾ ടാസ്ക്കാണ് വരുന്നത്. അതായത് ഒരു 2-3 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് ഡെയിലി ഇതിൽ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിക്ക് നിങ്ങൾക്ക് ഒരു ഏണിങ്സും ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നെ ഇവരുടെ തന്നെ, അതായത് ഈ ഒരു കമ്പനിയുടെ തന്നെ വേറെ 2 ആപ്ലിക്കേഷൻസിനെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സെയിം വർക്കിങ്ങിനാണ് ഇതിലും വരുന്നത്. അതായത് ഒന്നുമില്ല, സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫോൺ ജസ്റ്റ് നോക്കിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിൽ വിഡ്രോയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അതായത് ഇവരുടെ ആ ഒരു മുൻപുള്ള ഒരു ആപ്ലിക്കേഷൻ പോലെ തന്നെ വിഡ്രോയിൽ, അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനോടാണ് വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തി തരാം. അപ്പം ആപ്ലിക്കേഷൻ്റെ പേര് സ്പിൻ ഗോൾഡ് എന്നാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ചെറിയൊരു ലൂട്ട് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതിൽ സൈൻ അപ്പ് ബോണസ് ആയിട്ട് 20 റുപ്പീസ് വരെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 8 രൂപ മുതൽ 20 റുപ്പീസ് വരെ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രൊമോഷണൽ ഓഫറാണ്. സോ ഇപ്പോൾ കറൻറ്റ്ലി ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഓരോ ഗെയിംസും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചില എക്സ്പേർട്ട് ആണെങ്കിലുള്ള ഓരോ ഗെയിംസ് കളിക്കാനായിട്ട് ഇപ്പോൾ ചെറിയ എമൗണ്ട് ആണല്ലോ അത് വെച്ച് കളിച്ച് അത്യാവശ്യം എമൗണ്ട് ആക്കാനായിട്ട് ചിലർ എക്സ്പേർട്ട് ആയിരിക്കും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 8 രൂപ മുതൽ 20 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ OTP ജസ്റ്റ് ഒന്ന് കൊടുക്കുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP ആളൊക്കെ ഒന്ന് കൊടുക്കുക. അങ്ങനെ സൈൻ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ് ടു എനിക്ക് 30 റുപ്പീസാണ് കിട്ടിയത്. നിങ്ങൾക്ക് അപ് ടു 20 റുപ്പീസ് വരെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു എമൗണ്ട് വെച്ച് നിങ്ങൾക്കിവിടെ ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് റോളറ്റ് എന്ന് പറഞ്ഞ ഗെയിമുണ്ട്, അതുപോലെ തന്നെ മൈൻസ് ഉണ്ട്, ക്രാഷ് ഗെയിം ഉണ്ട്, അങ്ങനെ എല്ലാ ഗെയിംസും അവൈലബിൾ ആണ്. സോ ഇതിൽ നിങ്ങൾക്ക് മിനിമം വിഡ്രോൾ വരുന്നത് 100 രൂപയാണ്. ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം. ബാങ്കിൽ എടുക്കാനുള്ള അതും കൂടെ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വിഡ്രോ ബാലൻസിലാണ് ഇപ്പോൾ 10 രൂപ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ ഈ ഗെയിം കളിക്കുക, നിങ്ങൾക്ക് മിനിമം വിഡ്രോൾ 100 രൂപയാണ്. സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. 100 രൂപ ആയിട്ട് നിങ്ങൾ വിഡ്രോ ഇൻസ്റ്റൻ്റ്ലി കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, 100 രൂപ ആക്കിയാൽ മതി. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് സെയിം ബോണസ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് എടുക്കുക, നിങ്ങൾ ഗെയിം കളിക്കുക. പരമാവധി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് ഒക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങൾക്ക് സ്വന്തം റിസ്കിൽ മാത്രം ക്യാഷ് ആഡ് ചെയ്ത് ഗെയിം കളിക്കുക. ഓക്കെ, അടിപൊളി ആപ്ലിക്കേഷനാണ്. പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രൂഫ് കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിലിടാം. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനലാണ്. ഇതിലെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ഓരോ ആപ്ലിക്കേഷനിൽ നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ ഇത് നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്ത വീഡിയോയുടെ ആപ്ലിക്കേഷനിൽ പേയ്മെൻറ്റ് പ്രൂഫാണെന്ന് കാണാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു റഫറൽ കോഡ് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റഫറൽ കോഡ് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, കോഡ് എൻ്റർ ചെയ്ത ശേഷം താഴെ ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഏരോ ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. ഓക്കെ, സൂപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് കുറേ വാൾപേപ്പേഴ്സും അതുപോലെ തന്നെ നമുക്ക് സൈഡ് ബാർ കളിക്കാന്നുള്ള വേറെ ഓപ്ഷൻസാണ്. നമുക്കിവിടെ ഏണിംഗ് ഓപ്ഷനോ വിഡ്രോലോ ഒന്നും നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്കത് കാണാനായിട്ട് നമുക്ക് ഇതിൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു വാൾപേപ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വാൾപേപ്പേഴ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 3 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഒരു വാൾപേപ്പറിൻ്റെ ആ ഒരു ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത സമയത്ത് ഒരു ആഡ് വരും. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇവിടെ ആയിട്ടൊരു ടിക്ക് മാർക്ക് ഒന്ന് കാണാൻ പറ്റും. അതിനകത്ത് അത് കംപ്ലീറ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബാക്ക് പോവുക. ഓക്കെ, അതിനുശേഷം അടുത്ത ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരുപാട് സമയം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. ഇവിടെ ആ ഒരു ആഡ് വന്നതിന് ശേഷം ജസ്റ്റ് കുറച്ച് സമയം മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. അതിനുശേഷം അടുത്തതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കാണാൻ പറ്റും മുകളിലായിട്ട് താഴെയായിട്ടൊരു ആഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, പോസൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ നിങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഒരു സംഭവം വെച്ചാൽ ഇൻസ്റ്റാൾ ടാസ്ക്കാണ്. അപ്പോൾ അവിടെ വരെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ടാസ്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊന്നുള്ള ഇൻസ്റ്റാൾ ടാസ്ക് കാണുമ്പോൾ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പണായി വന്നു. അതിനുശേഷം ഇത് നമുക്ക് ഇൻസ്റ്റാൾ ടാസ്ക് ആണ്. നമുക്ക് താഴെയായിട്ട് വരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ആഡ് ലോഡ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു 5 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക.
വെയിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്ക് വരാനായിട്ടാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത ശേഷം പ്ലേ സ്റ്റോറിലോട്ട് വന്നതിന് ശേഷം ഇവിടെ KB ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ KB മാത്രം സേവ്സ് വരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്കിലോട്ട് പോവുക. അതിന് ഞാൻ ജസ്റ്റ് ബാക്ക് പോവാണ്. ബാക്ക് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കംപ്ലീറ്റിൻ്റെ ആ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി ഉണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു കുറച്ചേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം അതേപോലെ തന്നെ ഒന്നുകൂടി നിങ്ങൾ ചെയ്യുക. വീണ്ടും ഒരു ഇൻസ്റ്റാൾ ടാസ്ക് ഉണ്ട്, അത് നിങ്ങൾ അവിടെ വരുന്നത് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ മുകളിലായിട്ട് കാണാൻ പറ്റും ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ നോക്കി ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, കാണാൻ പറ്റും മുകളിലായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കത് കാണുന്നില്ല എന്നല്ല, ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടും കാണുന്നില്ല എന്നല്ല, ജസ്റ്റ് ആപ്പ് ഒന്ന് ബാക്ക് പോയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി വന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ക്ലിക്ക് ചെയ്തിട്ടാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് നമ്പർ ചോദിക്കുന്നുണ്ട്, നമ്പർ എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട നമ്പർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. അറിയാത്തവരായിട്ട് ഇതിൽ വിഡ്രോയിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേ യു ക്വിക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലാതെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതുപോലെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല, ഒരു KYC കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ ആയി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് മൊബൈൽ നമ്പർ OTP കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നോക്കാമെന്നില്ല, ഇപ്പോൾ ഞാൻ ഇവരുടെ ആ ഒരു മുമ്പത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരുപാട് വിഡ്രോൾസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ഞാൻ എൻ്റെ ബാങ്കിലോട്ട് ഇവിടെ നിന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സോ ഇതിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം ആ ഒരു ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു നമ്പറാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അതിനുമായിട്ട് മുകളിലായിട്ടൊരു അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ട്രാൻസ്ഫർ നോട്ട് പോസിബിൾ ടുമാറോ. നാളെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നാളെ എന്തോ ബാങ്കിൻ്റെ എന്തോ ഇതുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വ്യാഴാഴ്ചയാണ് ഇതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, നാളെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ എൻ്റെ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ നമ്പർ ഇതാണ്, ലൈവായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇവിടെ നമ്പർ എൻ്റർ ചെയ്യാണ് 17 എൻ്റെ. ഓക്കെ, ആ ഒരു ഇതിൽ സൈനപ്പ് ചെയ്തുള്ള ആ ഒരു നമ്പറാണ്. ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺ ദ സ്പോട്ടിലാണ് നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പേ ക്യാഷ് ആയിട്ട് സക്സസ്ഫുൾ, അതുപോലെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, 2 രൂപയാണ് റിസീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഒരു ദിവസം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ 2 രൂപയാണ്. ഇവരുടെ മറ്റേ ആപ്ലിക്കേഷൻ 3 ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു ദിവസം സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു 6 റുപ്പീസ് വെച്ച് സിമ്പിളായിട്ട് എണിച്ച് തീർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൽ ബാലൻസ് 2 റുപ്പീസ് ഉണ്ട്. ഓക്കെ, ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം 4K HDR വാൾപേപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു എമൗണ്ട് റിസീവ് ആയി. ഇനി ഇവിടെ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം. നമ്മൾ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാം. ജസ്റ്റ് ട്രാൻസ്ഫർ ബാലൻസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പേ ഔട്ട് അക്കൗണ്ട് നിങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 2 റുപ്പീസാണുള്ളത്. ഞാൻ ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്താണ് വിഡ്രോ ചെയ്യുകയാണ്. അപ്പം കാണാൻ പറ്റും പെൻഡിങ് ആണ്. അതൊരു 24 ഹവേഴ്സിന് തന്നെ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടൈം എടുക്കുമെന്നാണ്. ഓക്കെ, നോട്ട് പോസിബിൾ ഓൺ 17. ഓക്കെ, 17 നാളെ നമുക്ക് പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് റീസൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് 18-ാം തീയതി മറ്റന്നാളായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ആൾക്ക് കിട്ടുന്നതായിരിക്കും. അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.